കേരളത്തിലെ പുതിയ ഗവർണർ. ഇപ്പോൾ അദ്ദേഹം വന്നിട്ട് അല്പകാലമായി. ആദ്യ സമയമാണ്. സർക്കാരും പൊതുസമൂഹവും ഒക്കെ അദ്ദേഹത്തെ ഗൗരവമായി വീക്ഷിക്കുകയാണ്. ആരിഫ് മുഹമ്മദ് ഖാൻ സ്വീകരിച്ച സർക്കാരുമായി ഫൈറ്റ് വേണ്ടി വന്നാൽ ഫൈറ്റ് പ്രതികരണം ആ നിലയിൽ തന്നെയാകുമോ? പുതിയ ഗവർണർ രാജേന്ദ്ര ആർലേക്കർ ആ നിലപാടായിരിക്കുമോ സ്വീകരിക്കുക എന്ന ചോദ്യമുണ്ടായിരുന്നു. നേരത്തെ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് രാജ്ഭവൻ സംഘടിപ്പിച്ച സെമിനാറിൽ RSS സൈദ്ധാന്തികൻ ഗുരുമൂർത്തി പങ്കെടുത്തപ്പോൾ വലിയ വിവാദമുണ്ടായിരുന്നു. പക്ഷേ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് കാര്യമായ പ്രതികരണങ്ങൾ അന്ന് ഉണ്ടായില്ല. എന്തേ മുഖ്യമന്ത്രി ആ വിഷയത്തിൽ പ്രതികരിച്ചില്ല എന്ന ആക്ഷേപം ഇന്നും പ്രതിപക്ഷ നേതാവ് ഉന്നയിക്കുന്നുണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് സർക്കാർ രാജ്ഭവൻ ബന്ധം വഷളാക്കുന്ന തരത്തിൽ ഒരു സംഭവം ഉണ്ടാകുന്നത്. പരിസ്ഥിതി ദിന പരിപാടിയിൽ 2 മന്ത്രിമാരെ രാജ്ഭവൻ ക്ഷണിച്ചിരുന്നു. 2 മന്ത്രിമാരും പങ്കെടുത്തില്ല. ഭാരതാംബയുടെ ചിത്രം വേദിയിലുണ്ട്. അത് ഒഴിവാക്കിയാൽ പങ്കെടുക്കാമെന്ന് കൃഷിമന്ത്രി P. പ്രസാദ് അറിയിച്ചു. എന്താണ് ഈ മന്ത്രിമാർ ഉദ്ദേശിക്കുന്നത്? മന്ത്രിമാർക്ക് വരാൻ പറ്റാത്തത് എന്താണ് എന്നതാണ് ഗവർണറുടെ ചോദ്യം. അദ്ദേഹം മാതൃഭൂമി സീഡ് വേദിയിൽ ഇന്ന് ആദ്യ പ്രതികരണം നടത്തിയിരിക്കുകയാണ്. മന്ത്രിമാരെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടാണ് ഗവർണറുടെ ആദ്യ പ്രതികരണം വന്നത്. ചിത്രം മാറ്റാൻ ഇനിയും ഉദ്ദേശിക്കുന്നില്ല എന്നുകൂടി വ്യക്തമാക്കുകയാണ് ഗവർണർ. വിവരങ്ങൾ നൽകാനായി പ്രശാന്ത് കൃഷ്ണ കൂടി തുടരുന്നുണ്ട്. പ്രശാന്ത്, സർക്കാർ ഗവർണർ പോരിന് തുടക്കം കുറിക്കുന്ന ഒരു നീണ്ട പ്രസംഗം തന്നെയാണ്. സർക്കാരിനെതിരെയും രൂക്ഷമായ ഭാഷയിൽ, അതോടൊപ്പം തന്നെ ഭാരതാംബയുടെ ചിത്രം അവിടെ നിന്ന് എടുത്തു മാറ്റാൻ കഴിയില്ലെന്ന് ശക്തമായ ഭാഷയിലും പറഞ്ഞുകൊണ്ടായിരുന്നു ഗവർണർ പ്രസംഗം ഉടനീളം നമ്മൾ കണ്ടത്. ഇനി എന്തായിരിക്കും സർക്കാരിന്റെ നിലപാട് എന്നുള്ളതാണ് ഉറ്റുനോക്കുന്നത്. കൃഷിമന്ത്രിയുടെ ഒരു പ്രതികരണം നമ്മൾ കണ്ടു. സർക്കാരിന്റെ നിലപാട് എന്താണ് എന്ന് അതിൽ നിന്ന് നമുക്ക് വ്യക്തമായി. പക്ഷേ മുഖ്യമന്ത്രിയുടെ കൂടി പ്രതികരണം വേണം. ശക്തമായ നിലപാട് എന്താണ് എന്ന് അറിയിക്കണം എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രതിപക്ഷവും ഉന്നയിച്ചിരുന്നു. ഗവർണർ നയം വ്യക്തമാക്കിയിരിക്കുകയാണ്. ഭാരതാംബയുടെ ചിത്രം രാജ്ഭവനിൽ നിന്ന് മാറ്റില്ല എന്ന കാര്യം വിശദീകരിച്ചിരിക്കുന്നു. സർക്കാരിന്റെ പ്രതികരണം ഇതിനോടുള്ള ഒരു രാഷ്ട്രീയ പ്രതികരണം എന്നതിനപ്പുറത്തേക്ക് ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണർ ആയിരുന്നപ്പോൾ തെരുവിൽ വരെ നേരിട്ട വലിയ പ്രതിഷേധങ്ങൾ നമ്മൾ കണ്ടതാണ്. ആ നിലയിലേക്ക് ഇത് എത്തുമോ എന്നതാണ് നമ്മൾ കാത്തിരുന്ന് കാണേണ്ട കാര്യം. പക്ഷേ ആ നിലയിലേക്ക് കൊണ്ടുപോകാൻ മാത്രം സർക്കാർ തയ്യാറാകുമോ എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഈ RSS സൈദ്ധാന്തികൻ ഗുരുമൂർത്തി രാജ്ഭവനിൽ വന്ന്, അല്ലെങ്കിൽ അവിടെ ഗവർണർ കൊണ്ടുവന്ന് അവിടെ ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് പ്രഭാഷണം നടത്തി. അപ്പോഴും മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ മുൻകാലങ്ങളിൽ ഉണ്ടായതുപോലുള്ള വലിയ പ്രതികരണങ്ങളോ ഉണ്ടായില്ല. ഇന്ന് ഈ വിഷയത്തിൽ ഉണ്ടാകുന്ന സാധാരണ രാഷ്ട്രീയ പ്രതികരണത്തിനപ്പുറത്തേക്ക് മുന്നോട്ട് പോകാൻ സർക്കാരിന് കുറേയേറെ പ്രയാസങ്ങൾ, പ്രതിസന്ധികളുണ്ട്. കാരണം ഗവർണറുടെ ഭാഗത്തു നിന്ന് പ്രധാനപ്പെട്ട 2 ബില്ലുകൾ ഒപ്പിടേണ്ടതുണ്ട്. അതിലൊന്ന് സർവകലാശാല ഭേദഗതി നിയമമാണ്, മറ്റൊന്ന് സ്വകാര്യ സർവകലാശാല ബില്ലാണ്. ഈ സ്വകാര്യ സർവകലാശാല ബില്ലിൻ്റെ കാര്യത്തിൽ ഗവർണർക്ക് വലിയ വിയോജിപ്പുകളില്ല. പക്ഷേ സർവകലാശാല നിയമ ഭേദഗതി എന്നത് ചാൻസലറായ ഗവർണറുടെ അധികാരം വെട്ടിക്കുറയ്ക്കുന്ന ബില്ലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ ഗവർണർ തൃപ്തനല്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്ന നിയമോപദേശം അനുകൂലമല്ല. അതുമായി മുന്നോട്ട് പോകുന്നതിന് അദ്ദേഹം യോജിപ്പില്ല എന്ന തരത്തിലുള്ള വിവരങ്ങളാണ് രാജ്ഭവനിൽ നിന്ന് പുറത്തു വരുന്നത്. അതുകൊണ്ട് തന്നെ അതുകൊണ്ടാണോ അങ്ങനെ ഒരു പ്രതിസന്ധി മുന്നിൽ കണ്ടുകൊണ്ടാണ് ഒരു തന്ത്രപരമായ മൗനം എന്ന ആക്ഷേപം കേട്ടിട്ടും, എന്ന വിമർശനം മുഖ്യമന്ത്രിക്ക് നേരെ പ്രതിപക്ഷം ഉന്നയിച്ചിട്ടും അങ്ങനെ കാര്യമായ പ്രതികരണം ഗുരുമൂർത്തി പങ്കെടുത്ത പരിപാടിയിൽ ഉൾപ്പെടെ വരാത്തത്? ഇപ്പോൾ പക്ഷേ സാഹചര്യങ്ങൾ കുറെ കൂടി മാറുകയല്ലേ? മുഖ്യമന്ത്രിയുടെ പ്രതികരണം സ്വാഭാവികമായും ഉണ്ടാകാനുള്ള സാഹചര്യമില്ലേ? സർക്കാർ വൃത്തങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഗവർണർ സർക്കാർ ലെയ്സൺ, അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണല്ലോ. ഈ ഘട്ടത്തിൽ ഏത് തരത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകും എന്നാണ് ഉദ്ദേശിക്കുന്നത്? മുഖ്യമന്ത്രി മുൻപ് ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണർ ആയിരുന്നപ്പോൾ ഉണ്ടായിരുന്ന ഈ വാക്പോരുകൾ, ഏറ്റുമുട്ടലുകൾ, പത്രസമ്മേളനം വിളിച്ചുള്ള മറുപടി പറയൽ, ഇത് ഒരു പരിധി വിട്ട് അപ്പുറത്തേക്ക് പോയിരുന്നു. SFIക്കാർ രംഗത്തിറങ്ങി ഗവർണർ അന്ന് തടയുന്നത് പോലുള്ള സമീപനങ്ങളുണ്ടായി. ആ നിലയിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ മാത്രമാണ് ഗവർണർ സർക്കാർ ബന്ധം വളരെ മോശമാകുന്നത്. ഇതിപ്പോൾ ഗവർണർ നിലപാടെടുക്കുന്നു, അതിനെതിരെ രാഷ്ട്രീയ പ്രതികരണങ്ങൾ ഉണ്ടാകാം, സ്വാഭാവികം. അത് രണ്ട് രാഷ്ട്രീയ ചേരിയിൽപ്പെട്ടവരുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണമായി കാണാം. അതിനപ്പുറത്തേക്ക് പോകുമ്പോഴാണ് മറ്റ് പ്രതിസന്ധികൾ ഉണ്ടാകുന്നത്. അതും സർക്കാരിൻ്റെ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഈ ഗുരുമൂർത്തിയുടെ പ്രഭാഷണവുമായി ബന്ധപ്പെട്ട് പ്രതികരണം ഉണ്ടായില്ല. ഈ വിഷയത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രതികരണം ഏത് പരിധിയിൽ അപ്പുറത്തേക്ക് പോകുമോ എന്നതെല്ലാം കണ്ടറിയേണ്ടതാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സർവകലാശാല നിയമ ഭേദഗതി, അതിൽ ചാൻസലറായ ഗവർണർ അധികാരം വെട്ടിക്കുറയ്ക്കുന്ന എന്ന വിലയിരുത്തലാണ് രാജ്ഭവനുള്ളത്. അതുകൊണ്ട് തന്നെ ഗവർണർ ആ ബില്ല് ഒപ്പിടാതെ തിരിച്ചയക്കില്ല. പകരം ആ ബില്ല് ലോകായുക്ത നിയമ ഭേദഗതിയുടെ കാര്യത്തിൽ രാജ്ഭവൻ അന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ചെയ്തത് എന്താണോ അതുപോലെ രാഷ്ട്രപതിക്ക് അയച്ചേക്കാം, അല്ല അതടക്കം പരിഗണിക്കുന്നു എന്ന വിവരങ്ങൾ പുറത്തു വരുന്നു. ശരി പ്രശാന്ത്, അത്തരം വിവരങ്ങൾ കൂടിയുണ്ട്. ഗവർണറുടെ ഈ പ്രതികരണം, ആദ്യ പ്രതികരണം, അത് മാതൃഭൂമി ന്യൂസിലൂടെ പുറത്തു വന്നതിന് ശേഷം സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഔദ്യോഗികമോ അനൌദ്യോഗികമായ പ്രതികരണങ്ങൾ വരുന്നുണ്ടോ? ഈ പ്രശ്നം നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇപ്പോൾ ഗവർണർ അധികാരം വെട്ടിക്കുറയ്ക്കുന്ന ബിൽ ഉൾപ്പെടെ ഗവർണറുടെ മുന്നിൽ പരിഗണനയ്ക്കായി ഇരിക്കുമ്പോൾ
എന്തായിരിക്കും സർക്കാരിന്റെ അടുത്ത സ്റ്റെപ്പ്? സർക്കാർ എന്തായാലും ബോധപൂർവം ഈ ഗവർണറുമായുള്ള ബന്ധം വഷളാക്കാൻ ആഗ്രഹിക്കുമെന്ന് തോന്നുന്നില്ല. പക്ഷേ ഇവിടെ ഒരു പ്രതിസന്ധി വരുന്നത് രാജ്ഭവനിൽ ഇനി സർക്കാരിൻ്റെതായി ബന്ധപ്പെട്ട ഒരു ചടങ്ങ് നടക്കുമ്പോൾ അവിടെ ഇപ്പോൾ കോൺഫറൻസ് ഹാളിൽ തന്നെ ഇരിക്കട്ടെ, കോൺഫറൻസ് ഹാളിൽ നിന്ന് ഭാരതാംബയുടെ ചിത്രം മാറ്റാൻ ഗവർണർ ഉദ്ദേശിക്കുന്നില്ല. അവിടെ ഇനി സർക്കാരിനുമായി ബന്ധപ്പെട്ട ഒരു പരിപാടി നടക്കുമ്പോൾ ആണ് പ്രതിസന്ധി വരുന്നത്. അതിനപ്പുറത്തേക്ക് ഈ വിഷയം രാഷ്ട്രീയ പോര്, ഇതിൽ ഗവർണറുടെ RSS നിലപാട്, അതിനെതിരായിട്ടുള്ള ഇടതുപക്ഷത്തിൻ്റെയും പ്രതിപക്ഷത്തിൻ്റെയും എല്ലാം തന്നെ നിലപാടുകൾ, അത് രാഷ്ട്രീയ പോരും ഉണ്ടാകും. പക്ഷേ മുഖ്യമന്ത്രി ഇതിനകത്ത് ഇക്കാര്യത്തിലൊരു കാര്യങ്ങൾ വിശദീകരിക്കേണ്ടി വരും. അല്ലെങ്കിൽ വിശദീകരിക്കുന്ന ഘട്ടത്തിൽ ആ വിശദീകരണത്തിൻ്റെ തീവ്രത എത്രത്തോളം ശക്തമാണ് എന്നതെല്ലാം ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന കാര്യമാണ്. അതിനപ്പുറത്തേക്ക് ഭരണഘടനാ പ്രതിസന്ധി ഉണ്ടാക്കുന്ന തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇതിലുണ്ടാകുന്നില്ല. ഇനിയിപ്പോൾ രാജ്ഭവനിലെ ഒരു പരിപാടിയിൽ മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ പങ്കെടുക്കുന്ന ഒരു അവസരത്തിൽ അവിടെ ഭാരതാംബയുടെ ചിത്രമുണ്ടെങ്കിൽ സർക്കാരുമായി ബന്ധപ്പെട്ടവർ പങ്കെടുക്കാതിരിക്കുകയും അത്തരം വിഷയങ്ങളുണ്ടെങ്കിൽ മാത്രമേ ഈ വിഷയത്തിൽ ഇനി കൂടുതൽ ഡെവലപ്മെന്റ് ഉള്ളൂ. പക്ഷേ ഇവിടെ വിഷയം ഇതിന് കൂടുതൽ പറഞ്ഞു വഷളാക്കി ചർച്ചയാക്കി ഗവർണർക്ക് മുഖ്യമന്ത്രി മറുപടി പറയുകയും പരസ്പരം പോർവിളിയും അത് തെരുവിലേക്ക് എത്തുന്ന രീതിയിൽ എന്നുള്ളൊരു നിലപാടിലേക്ക് നീങ്ങുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. നമ്മൾ നേരത്തെ കണ്ടതാണ്, ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണറായിരുന്ന സമയത്ത് പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. ആ പ്രശ്നങ്ങളിലൊക്കെ വാർത്താ സമ്മേളനം വിളിച്ചുവരെ ശക്തമായ ഭാഷയിൽ മുഖ്യമന്ത്രി മറുപടി പറയുന്നതും പല പരിപാടിയിലും കണ്ടാൽ മിണ്ടാത്ത തരത്തിൽ രണ്ടുപേരും മുഖം തിരിച്ചു പോകുന്നതും വരെ കണ്ടതാണ്. പക്ഷേ ഇപ്പോൾ അങ്ങനെ ഒരു തുറന്ന പ്രതികരണത്തിലേക്കോ അങ്ങനെ ഒരു തർക്കത്തിലേക്കോ ഒന്നും നിൽക്കേണ്ട എന്നുള്ളൊരു നിലപാട് സർക്കാർ സ്വീകരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്.